പ്രൊഫഷൻ സ്മാരക സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നതിന് വിനിയോഗിക്കുമെന്ന് ശ്രീ പരമേശ്വരൻ ഒരു പത്രക്കുറിപ്പിൽ അറിയിച്ചു. പ്രൊഫഷണൽ കോളേജ് സമരത്തോടനുബന്ധിച്ച് അല്ല, സ്വന്തം ആൾക്കാരെ വിട്ട് ആ കൊച്ചനെ കൊല്ലിച്ചിട്ട് ഒടുവിൽ അവന്റെ പേരിൽ സ്കോളർഷിപ്പും സമ്മതിച്ചിരിക്കുന്നു. ഓ, വല്ലാത്തൊരു ജന്മം തന്നെ. പട്ടാപ്പകലെ 100 കണക്കിന് പിള്ളേരുടെ മുന്നിലിട്ടാ ഞാൻ അവനെ തീ വെച്ച് കൊല്ലിച്ചത്. എന്നിട്ട് ഒരുത്തനും എന്നെ ഒരു പുല്ലും ചെയ്തില്ല. ഇപ്പോ എന്റെ പേരിൽ കൊലക്കുറ്റം സ്ഥാപിച്ചു കിട്ടാൻ അന്വേഷണവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരുത്തൻ, ഒരു ഹരികൃഷ്ണൻ. ഇനി അവനാ എന്റെ ഇര. സമയം വരുമ്പോ ദൈവം പോലും അറിയാതെ അവനും തീരും. ഉണ്ണി മരിച്ചതിന്റെ പേരിൽ എന്നെ കുറ്റവാളിയാക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെന്ന് ജി പി പറഞ്ഞപ്പോൾ നിങ്ങളെ മാത്രമല്ല ഉണ്ണിയുടെ ഫ്രണ്ട്സിനെ പോലും ഞാൻ മറച്ചു, ക്യാമ്പസിനെ. എല്ലാവരെയും കബളിപ്പിച്ച് ഇങ്ങനെ ഒരുപാട് കാലം ജി പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പപ്പന്? പാടില്ല, ഒരിക്കലും അത് അനുവദിച്ചുകൂടാ. ആ ഉണ്ണിയുടെ ജീവൻ കുരുതി കൊടുക്കാൻ എന്നെ അയാൾ കരുവാക്കിയത്. ഇനി വയ്യ. പകരം ചോദിക്കാനാണ് ഹരിയേട്ടന്റെ തീരുമാനമെങ്കിൽ ഞാനും ഉണ്ട് കൂടെ. എന്നെ വിശ്വസിക്കാം. പാർട്ടി ഓഫീസിൽ തെറുപ്പ് ബീഡിയും ചായയും വാങ്ങിക്കാൻ നിന്നവനെ തെല്ലും ചെലവും കൊടുത്ത് പഠിപ്പിച്ചതാ ഞാൻ പാർട്ടിയുടെ വക്കീലാക്കാൻ. പപ്പൻ വഴിയുള്ള അടുപ്പമേ ഉള്ളൂ നിനക്കെന്നോട്. നീ ഇപ്പൊ കാണിക്കുന്ന കൂറ് പോലും അവനില്ലാതെ പോയി. നന്ദി കെട്ട ബാസ്റ്റഡ്. വളർത്തിയ കൈകൊണ്ട് തന്നെ നുള്ളിക്കളയാനും ജീപ്പിക്ക് മടിയില്ലെന്ന് അവൻ അറിയണം. ഇന്ന് തന്നെ. ഓക്കെ, നല്ല സെലക്ഷൻ അല്ലേ? ആ, നമ്മൾ വിചാരിച്ചതിനെക്കാട്ട് ലാഭ. മിച്ചം കാശിനൊന്നും മിനിങ്ങിയാലോ? അത് ചെയ്തിരുന്നു. അതെ. അവനെന്തിനാ നമ്മളെ തള്ളിയിട്ടത്? അറിയില്ല. ഞാൻ പോയി ചോദിച്ചോട്ടെ. വേണ്ട പപ്പ, വേണ്ട പപ്പ, പ്ലീസ്. പപ്പ, പപ്പ, നിക്കണോ? പപ്പ, വേണ്ട പോണ്ട. പപ്പ നിക്ക്. പപ്പ വിളിക്കാൻ.
What the bloody hell is this? എന്താണോ ഇത്? സർ, പപ്പനെ കൊന്ന ആരാണെന്ന് ഇവൻ അറിയാം. എല്ലാത്തിനും സാക്ഷിയാണ് ഇവൻ. ഓ, സാക്ഷിയാണല്ലേ. പപ്പന്റെ കൊലയാളി പോലീസിൽ നേരിട്ട് ഹാജരായി. അവൻ കുറ്റവും സമ്മതിച്ചു. പൂർവ്വ വൈരാഗ്യം. ഈസ് ഇൻ റിമാൻഡ് നൗ. സർ, നിങ്ങൾ സത്യം അറിയാതെയാണ്. ഞാൻ പറയിക്കാൻ അവനെ കൊണ്ട് പട്ടി. സത്യം തെളിയിക്കാൻ നീ ആരാണ്? CBI അതോ ഇന്റർപോളോ? നിയമം നടത്താൻ നീയൊക്കെ മതിയെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ വേഷമിട്ട് നടക്കുന്നത്? തിരക്കാനോ? അതാൻ വെക്കോ. സർ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. എന്താണോ നോക്കിയിരിക്കുന്നത്? പിടിച്ച് പുറത്ത് കളി തന്തയില്ലാത്തത്. ഇങ്ങോട്ട് പോടാ. പ്ലീസ് നടക്കണം സർ. കൊല്ലും ഞാൻ. അണങ്ങി പോരുത്. തന്തയില്ലാത്തവൻ. അവനവനെ ജനിപ്പിച്ചവനോട് തന്നെ പുച്ഛം തോന്നുമ്പോ ആരെയും മുഖത്ത് നോക്കി തന്തയില്ലാത്തവനെന്ന് വിളിക്കാം, അല്ലടാ? ഓർമ്മയുണ്ട്, മുമ്പൊരിക്കൽ ഇവിടെ വന്ന് തന്റെ മുമ്പിൽ ഇരുന്ന് വന്നപ്പോ ഉതിർന്നു വീണ തിരുമൊഴികൾ എന്റെ അനിയനെ കുറിച്ച്. യെസ്, ഹി വാസ് എ തേർഡ് റേറ്റ് മോബ്സ്റ്റർ, എ റിയൽ പെയിൻ ഇൻ ദ ഡാഷ് ഫോർ ദി എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ഹി ഗോട്ട് ദ ഡെത്ത് ഹി ഡിസർവ്ഡ്. അവൻ അർഹിച്ച മരണമെങ്കിലും അവന് കിട്ടി. വാട്ട് ഡു യു ഡിസർവ്? വണ്ടിക്കടിയിൽ പെടുന്ന തെരുവ് പട്ടിയുടെ മരണം പോലും താൻ അർഹിക്കുന്നില്ല. You are a bloody pain in the dash for the entire society. താൻ ചോദിച്ചില്ലേ കാക്കി ഇട്ടോണ്ട് നടക്കുന്നത് ചെരക്കാനാണോന്ന്? അല്ലടോ, ചെരക്കാനല്ല. ആ ജോലി അന്തസ്സായിട്ട് ചെയ്യാൻ അറിയുന്നവര് നാട്ടിൽ വേറെയുണ്ട്. പണവും പ്രതാപവും ഉള്ള സകല ചെറ്റയ്ക്കും പറയാൻ കൊള്ളാത്തടം കഴുകി കൊടുക്കുന്ന തന്റെ ഈ കൈയുണ്ടല്ലോ, ഇത് സെല്യൂട്ട് ചെയ്യാനേ കൊള്ളൂ. ഈ കൈ കൊണ്ട് ഉരുട്ടി തിന്നുന്ന ചോര തന്റെ ശരീരത്തിലോടുന്ന ചോര തിരിച്ചു തല്ലാനുള്ള വീര്യം ആണുങ്ങൾക്കുള്ളതാ. അത് തന്റെ ഈ ചോരയ്ക്ക് പറഞ്ഞിട്ടില്ല. ഇനിയും തന്റെ ഉണ്ടെങ്കിൽ പറയടോ, എന്നെ പിടിച്ച് ലോക്കപ്പിലിടാൻ, എന്നിട്ട് കോടതിയിൽ ഹാജരാക്കാൻ. പ്രതിക്കൂട്ടിൽ കയറിയെന്ന് അന്തസ്സായിട്ട് ഞാൻ വിളിച്ചു പറയും. കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മുഖമടച്ച് തല്ലിയെന്ന്. അത് നാളെ ഇവിടുത്തെ പത്രങ്ങളിൽ അച്ചടിച്ചു വരും. കമ്മീഷണറുടെ വീരസ്യം വായിച്ച് ചിരിക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ ഇനിയും മീശ വിരിച്ച് നെഞ്ചും തള്ളിച്ചടക്കാൻ ചങ്കൂറ്റമുണ്ടോ തനിക്ക്? ഉണ്ടെങ്കിൽ പറ, എന്നെ വിലങ്ങ് വെക്കാൻ. പറ. ഇറങ്ങി പോടോ. ഇന്ന് മുതൽ നിന്റെ സമയം തെളിയാൻ പോവാ. ചെക്ക് പോസ്റ്റിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അറിയാം. പിന്നെ മംഗലാപുരത്ത് എത്തിയാൽ ഉടനെ ഇങ്ങോട്ട് ഫോൺ ചെയ്യാം.